അബി, ഇനി നീ ഒന്നിരിക്ക്, നിനക്ക് സമാധാനമാവട്ടെ. പിന്നെ സഞ്ജു, നിനക്ക് ഈ മാസം സാലറി ഇല്ല. അതെന്താങ്കിൽ ഇവൻ ഉഴപ്പാണോ? ഇനി ഇവൻ ഉഴപ്പ് കാണിച്ച മോനെ അബി, ഈ ബംഗാളി നിന്റെ സ്വന്തമാണ്, നീ എടുത്തോ. വരുന്നു സഞ്ജു. നിന്റെ ഓഫീസിലെ നിന്റെ ഒപ്പം മോനെ അഭിറാം വർമ്മ, ആളെ വിട്, മരിക്കുമെന്നറിയാം. എന്നിട്ടും ആരെയും കടലിൽ ചാടുവോ? ഇവിടെ സാലറി ഇല്ലേ കുഴപ്പമില്ല, ബോഡി പഞ്ചറാവില്ല. നിന്റെ ഒപ്പം നിന്നാലേ അതിനും ഗ്യാരണ്ടി ഇല്ല. ആമി എവിടെ? ഇതൊന്നും അറിഞ്ഞില്ലേ? എവിടെ? ആമി ശത്രുക്കളെ വെടിവെച്ചിടുക. പബ്ജി. ഇങ്ങോട്ട് വന്നതുപോലും അറിഞ്ഞില്ല. അബിയുടെ പറച്ചിൽ കേട്ട് ദേവനും സുഭദ്രയും ചിരിച്ചു. അയ്യോ, എൻ്റെ ഫോണ് പോയി, ഞാനിനി എന്ത് ചെയ്യും? അബി, നീ കാരണമാണ് ഫോൺ പൊട്ടിയത്, നീ തന്നെ വാങ്ങി തരണം. അയ്യോ തരാം, അപ്പം ഞങ്ങൾ പോട്ടെ. ഗിരി ഇപ്പോൾ വിളിച്ചു വെച്ചതേ ഉള്ളൂ നിങ്ങൾ ഇറങ്ങിയെന്നറിയാൻ. എന്നെ വിളിച്ചില്ല ഡാഡി, അങ്കിള് വിളിച്ചോ? അതറിയില്ലേ അബി, മിനിറ്റ് വെച്ച വിളി. എങ്കിൽ ഇവർക്ക് ഒന്നിച്ചൊരു വീട്ടിൽ താമസിച്ചൂടെ? നല്ല ഐഡിയ സഞ്ജു, എനിക്കും ഗിരിക്കും നടന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, അബി എന്ന് വിടണ്ട, നിന്റെ കൂടെ ഇരുത്തിക്കോ. അല്ല പിന്നെ. അബി ദയനീയമായി ലക്ഷ്മിയെ നോക്കി. ആര് പണിതാലുമെല്ലാം എൻ്റെ നെഞ്ചത്തെ എന്ന മട്ടിലായിരുന്നു അബി. അബി എന്ന് സഞ്ജുവിൻ്റെ വിളി കേട്ട് ബാക്കി അവൻ പറയും മുന്നേ അങ്ങോട്ട് പറഞ്ഞു. സഞ്ജു, നിനക്കറിയാമോ, എനിക്ക് ഈ മാസത്തെ കുറച്ച് ടോട്ടൽ കണക്ക് നോക്കാനുണ്ട്. അത് മാസാവസാനമല്ലേ, ഇത് മാസം പകുതിയായുള്ളൂ അബി. ഞാൻ പകുതിയാവുമ്പോൾ നോക്കും, നിനക്കെന്താ? ഇതൊക്കെയാണ് അഭിറാം വർമ്മയുടെ ബിസിനസ് ട്രിക്കെങ്കിലും അബി പകുതിയാവുമ്പോൾ നീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ലാഭമാണ്? ദേവൻ്റെ ചോദ്യം കേട്ട് അബി സഞ്ജുവിൻ്റെ ചെവിയിൽ പറഞ്ഞു. സോറി സഞ്ജു, നീ മണ്ടനായത് നിന്റെ കുഴപ്പമല്ല, ഇപ്പോഴാണ് അത് മനസ്സിലായത്. വെറുതെ നിന്നെ കുറ്റം പറഞ്ഞു. അത് നിനക്കറിയില്ലേ അബി, മത്തൻ കുത്തിയ കുമ്പളം മുളയ്ക്കില്ല. എന്താ രണ്ടാളും അവിടെ? അതെങ്കിൽ ഇവൻ പറയുക, ഇവൻ എന്തോ കുറച്ച് പെൻഡിങ് വർക്കുണ്ട്, ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന്. അപ്പം ശരി സഞ്ജു, നിന്റെ ജോലി നടക്കട്ടെ. വാലച്ചു, നമുക്കിറങ്ങാം. അത് പറഞ്ഞ് പുറത്തേക്കിറങ്ങിയ അബിയെ കണ്ട് സഞ്ജു ചിരിച്ചു. ലച്ചു. ഡ്രൈവിങ്ങിനിടെ അബിയുടെ വിളി കേട്ട് ലക്ഷ്മി അവനെ നോക്കി. എന്താ അബിയേട്ടാ, നിനക്ക് എവിടെ പോവാനാണ് ഇഷ്ടം? ലണ്ടൻ, പാരീസ്, അമേരിക്ക? സോറി, അമേരിക്ക വേണ്ട, പറ എവിടെ പോകണം? എനിക്കെൻ്റെ വീട്ടിലൊന്ന് പോകണം. ഹണിമൂൺ നിന്റെ വീട്ടിൽ, നിന്റെ ചെറിയമ്മയുടെ ഒപ്പം. അതിലും നല്ലത് ഈജിപ്തിലെ പിരമിഡ് കാണുന്നതാണ്. അവിടെ മമ്മിക്കൊപ്പം ഒരു സെൽഫി. മരിച്ചവരാണെങ്കിലും നിന്റെ ചെറിയമ്മയുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ അവരാണ് ബെസ്റ്റ്. ദേ മനുഷ്യ, ആ സൂര്യക്ക് പണി കൊടുക്കാതെ ഹണിമൂൺ പറഞ്ഞു വന്ന തലയടിച്ച് ഞാൻ പൊളിക്കും. നിനക്കൊരു കാര്യം അറിയാമോ, ഞങ്ങൾ ഭർത്താക്കന്മാർക്ക് ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ നീയൊക്കെ കോടതി കയറിയേനെ. എന്തിന്? കൃത്യനിർവഹണത്തിനിടെ തടസ്സം നിന്നതിന്. എന്ത് കൃത്യനിർവഹണം? പറയാട്ടാ. ഭാവി തലമുറ വാർത്തെടുക്കാനുള്ള കൃത്യനിർവഹണം. പട്ടിക്കും പൂച്ചയ്ക്കും വരെയുണ്ട് അസോസിയേഷൻ. പക്ഷേ പാവം ഞങ്ങൾ. എൻ്റെ കൃഷ്ണ, വേണ്ട, പുള്ളി ശരിയല്ല, എൻ്റെ ആഞ്ജനേയ. അബി പറയുന്നത് കേട്ട് ചിരിയമർത്തി ലക്ഷ്മി ഇരുന്നു. അബിയേട്ടാ. പാട്ടുപാടിക്കൊണ്ട് കുളി കഴിഞ്ഞിറങ്ങി അബിയുടെ നെഞ്ചിലേക്ക് കരച്ചിലോടെ ആമി ചെന്ന് വീണു. എന്താമി, എന്തു പറ്റി? ഡാഡി വഴക്ക് പറഞ്ഞു. തൻ്റെ നെഞ്ചിൽ നിന്നും അവളുടെ മുഖമെടുത്ത കണ്ണുകൾ തുടച്ചുകൊണ്ട് വാത്സല്യത്തിൽ അബി ചോദിച്ചു. അബിയേട്ട, എത്ര വർഷത്തിനു ശേഷമാണ് ഈ നെഞ്ചിൽ കിടന്നൊരു പാട്ട് കേൾക്കുന്നത്? മനസ്സ് വീണ്ടും അറിയാതെ ആ 7 വയസ്സുകാരിയായി. അയ്യോ നാണക്കേട്, അതിനാ കരയുന്നത്? പാട്ട് ചേട്ടൻ്റെ രക്തത്തിൽ അലിഞ്ഞു പോയതല്ലേ, പിന്നെ പാടാൻ പറ്റാത്ത നിനക്കറിയാലോ ആമി. ഇപ്പോൾ വീണ്ടും ലച്ചു കാരണം അവളിലൂടെ 2 ആഴ്ച കഴിഞ്ഞ കല്യാണമാണ്. അപ്പോഴാണ് കൊച്ചുകുട്ടിയെ പോലെ കരയുന്നത്. എനിക്കിപ്പോൾ കല്യാണം വേണ്ട അബിയേട്ട. എനിക്കെന്നും ഈ നെഞ്ചിൽ കിടന്ന് അബിയേട്ടൻ്റെ അനിയത്തിയായ മാത്രം മതി. സഞ്ജു ഏട്ടനോട് പറ 2 വർഷം കഴിഞ്ഞ് മതിയെന്ന്. ഇനിയും എങ്ങനെയാണ് ആമി? നീ എന്താ അവനെ മനസ്സിലാക്കാതെ? ചേട്ടൻ മോൾക്ക് തണലാവേണ്ട സമയം കഴിഞ്ഞു. ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ സഹോദരന് മേലെയാണ് മോളെ ഭർത്താവ്. പിന്നെ ഞാനും ആഗ്രഹിക്കുന്നത് നാളെ നീ സഞ്ജുവിൻ്റെ ഭാര്യയായി, പിന്നെ അവൻ്റെ മക്കളുടെ അമ്മയായി സന്തോഷത്തിൽ ജീവിക്കുന്നത് കാണാനാണ്. അബിയേട്ടൻ എന്നോടൊരു സ്നേഹവും ഇല്ല, ഞാൻ പോകുന്നതിൽ സങ്കടവും. തൻ്റെ നഗ്നമായ നെഞ്ചിൽ വീണ ആമിയുടെ കണ്ണുനീർ അബിയുടെ ഹൃദയം കീറി മുറിച്ചു. എന്താണ് ആമി പറയുന്നത്? നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് സ്നേഹമില്ലാന്ന്? നീ എൻ്റെ പ്രാണനല്ലേ മോളെ. പിന്നെ സന്തോഷമുണ്ട്. എന്നേക്കാൾ സുരക്ഷിതമായ കൈകളാണ് സഞ്ജുവിൻ്റെ.
ഒരു ചേട്ടൻ അനിയത്തിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് സഞ്ജുവിനെ പോലെ ഒരാളാണ്. എന്നും എൻ്റെ മോള് കഴിഞ്ഞു മാത്രമേ ഈ നെഞ്ചിൽ വേറെ ഒരാൾക്കും സ്ഥാനമുള്ളൂ. തൻ്റെ കണ്ണുകൾ തുടച്ച് നിറഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്ന അബിയെ സങ്കടത്തിൽ ആമി നോക്കി. എത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആമി, അനിയത്തിയായല്ല, ഒരു മോളെ പോലെ. പറഞ്ഞു വിടണമെന്നില്ല, നീ പോയ ഏട്ടൻ്റെ നെഞ്ചിലെ താളമാണ് കൂടെ പോകുന്നത്. പക്ഷേ എത്ര നാൾ അങ്ങനെ ഞാൻ നിന്നെ ചേർത്തു നിർത്തി നിന്റെ ജീവിതം നശിപ്പിക്കുന്നത് കൊണ്ട് എന്തർത്ഥാണുള്ളത്? അബിയേട്ടാ, ഞാൻ ബാക്കി പറയാനാവാതെ ആമിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. അവൻ അന്യനൊന്നും അല്ലല്ലോ മോളെ, നിനക്ക് ഓർമ്മ വെച്ച നാള് മുതൽ അവൻ കൂടെയില്ലേ? എത്രയും അവൻ നിന്നെ സ്നേഹിക്കുന്നു. ഇനിയും അവനെ അകറ്റി നിർത്തുന്നത് ശരിയല്ല ആമി. അബിയേട്ടൻ എന്നെക്കാളും സഞ്ജുവേട്ടനെയാണ് ഇഷ്ടം. എനിക്ക് നിങ്ങൾ രണ്ടാളും ഒരുപോലെയാണ്. ഞങ്ങളുടെ ഒരമ്മയല്ലെങ്കിലും എനിക്കവൻ ആരൊക്കെയോ ആണ്. എന്നേക്കാൾ വിശ്വാസം എനിക്ക് സഞ്ജുവിനെയാണ്. മോൾ അവൻ്റെ കണ്ണ് നിറയ്ക്കുമ്പോൾ കൂടെ നിറയുന്നത് എൻ്റെ കണ്ണാണ്. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം മാറും. പിന്നെ നിന്റെ ലോകം അവൻ മാത്രമാവും, അല്ലേ? ആവണം. നീയും അവനും ഒന്നുമില്ലേ പിന്നെ? ഞാനില്ല. കരയാതെ കോളേജിൽ പോവാനൊരുങ്ങ്. അതും പറഞ്ഞിട്ടും തൻ്റെ നെഞ്ചിൽ നിന്നും അടർന്നു മാറാൻ കൂട്ടാക്കാതെ ആമിയെ കണ്ട അബിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. തൻ്റെ മുഖത്തേക്ക് വീണ അബിയുടെ കണ്ണുനീരിൻ്റെ ചൂടിൽ ആമി തൻ്റെ തല ഉയർത്തി. അബിയേട്ടാ, എന്തിനാ കരയുന്നത്? എനിക്കറിയാം അബിയേട്ടൻ എന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന്. എനിക്കും ഈ ലോകത്ത് അബിയേട്ടൻ കഴിഞ്ഞേ വേറെ ആരുമുള്ളൂ. നമ്മുടെ ഡാഡി പോലും ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അപ്പോഴും ഈ ഏട്ടൻ്റെ അനിയത്തിയായി ജനിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 20 വർഷങ്ങൾ ഒപ്പം ചേർത്ത് പിടിച്ച ഈ കൈകൾ, ഓരോ തവണയും സ്നേഹത്തിൽ ചേർത്ത് പിടിച്ച ഈ നെഞ്ചിലെ താരാട്ട്, ഇതൊക്കെ ഇനിയില്ല എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ വേദന. എന്തു വേദന? എൻ്റെ മരണം വരെ നീ എനിക്കെൻ്റെ മകൾ തന്നെയാണ്. നാളെ നീ ഒരമ്മയായാലും ഏട്ടൻ്റെ മനസ്സിൽ മോൾ ഇന്നും കുഞ്ഞു തന്നെയാവും. ദൂരെ ഒന്നുമല്ല. നീ ഒന്ന് ഓർത്ത് നോക്കിയേ, വെറും 10 മിനിറ്റ് അത്രയും ദൂരം നമ്മൾ തമ്മിലുള്ളൂ. എനിക്കെപ്പോഴും അങ്ങോട്ട് വരാം, നിനക്ക് ഇങ്ങോട്ടും. നീ കരയാതെ സഞ്ജു എങ്ങാനും വന്ന് കണ്ടാലേ അവനത് കൂടുതൽ സങ്കടമാവും. ഞാൻ പോകുന്നു. അബിയേട്ടൻ എപ്പോഴും സഞ്ജുവേട്ടൻ്റെ വിചാരമാണ്. ആ വാലിനും അങ്ങനെ തന്നെ. എന്ത് പറഞ്ഞാലും ഒരു അബി. എങ്കിൽ നിങ്ങൾക്കങ്ങ് കെട്ടിക്കൂടെ? അയ്യോ ആമി, ഇനി പറ്റില്ല. പുറകിൽ നിൽക്കുന്ന എൻ്റെ ഭാര്യ, അവളില്ലാതെ എനിക്ക് പറ്റില്ല. തൻ്റെ പുറകിൽ ചായക്കപ്പുവായി നിൽക്കുന്ന ലക്ഷ്മിയെ ആമി നിറകണ്ണുകളോടെ നോക്കി. പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് കയ്യിലെ കോഫി മേടിച്ച് കുടിക്കാൻ തുടങ്ങി. ആമി, അതെൻ്റെ കോഫി, ഇങ്ങതാ. അബിയേട്ടന് ചേച്ചി വല്ലേ ബൂസ്റ്റും കലക്കി തരും. ബോഡിക്കെന്തോ ക്ഷീണമുണ്ട്, ആകെ ഒരു ഇടിവ്. ഷർട്ടിട്ടുകൊണ്ടിരിക്കുന്ന അബിയുടെ മർമ്മത്തിൽ തന്നെ പണി കൊടുത്ത് ആമി ഒന്ന് ചിരിച്ചു കാണിച്ചു. എൻ്റെ ഭാര്യ കൊണ്ടുവന്ന ചായയും കുടിച്ച് എൻ്റെ ബോഡിയെ കുറ്റം പറയുന്നു. ഇങ്ങതാ എൻ്റെ ചായ. പിന്നെ അവിടെ നടന്ന അടിപിടി കണ്ട് ലക്ഷ്മി വാ പൊളിച്ചു നിന്നു. എന്താ പെങ്ങളെ സംഭവം? ഇന്ന് ഏതേലും ഒന്ന് തീരുവോ? എന്താ പ്രശ്നം? ചോദ്യം കേട്ട് നോക്കിയപ്പോൾ സഞ്ജുവാണ്. അത് സഞ്ജു ഏട്ടാ, ഞാൻ വന്നപ്പോൾ സംഭവം സെൻഡി ആയിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഇങ്ങനെ. നമ്മൾ ഇടപെടണോ? അയ്യോ വേണ്ട, രണ്ടും മന്ദബുദ്ധികളാണ്. ഒടുവിൽ അവർ ഒന്നാവും. നമുക്ക് ഗ്യാലറിയിൽ നിന്ന് കളി കാണാം. അമ്മേ, ഇങ്ങോട്ട് വാ എന്ന അബിയുടെ ഉച്ചത്തിലുള്ള വിളി കേട്ട് ലക്ഷ്മി അടക്കം എല്ലാവരും ഞെട്ടി. ആമി, എൻ്റെ മുടി വിട്, ഞാൻ എണീറ്റ് വന്നാൽ നിന്നെ ഇന്ന് കൊല്ലും. അതിന് ഞാൻ മാറിയാലേ? അബിയേട്ടൻ എഴുന്നേൽക്കൂ. എന്നെ കൊന്നാലും ഞാൻ മാറില്ല. ആമി, എൻ്റെ നടുവിൽ നിന്ന് മുട്ടെടുക്കടി. ഇല്ല, സത്യം പറഞ്ഞോ, ഈ നിൽക്കുന്ന വാലിനെയാണോ എന്നെയാണോ കൂടുതൽ ഇഷ്ടം? ആമി പ്ലീസ് മാറുമോളെ. നോക്കി നിൽക്കാതെ പിടിച്ചു മാറ്റി സഞ്ജു. സഞ്ജുവേട്ടൻ തൊട്ടാ പിന്നെ ബാക്കി. ആ ചെവി ഇങ്ങോട്ട് കാണിച്ചേ, ഒരു കാര്യം പറയട്ടെ. ആമി പറഞ്ഞ സ്വകാര്യം കേട്ടതും സഞ്ജു ദയനീയമായി അവളെ നോക്കി. ഇനി ഇതിൽ ഇടപെടുവോ? അയ്യോ ഇല്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിച്ചോ. ഡാ കാല്, എന്നെ ഒന്ന് രക്ഷിക്കടാ. സോറി അബി, നിന്റെ പെങ്ങൾ എൻ്റെ വീക്ക്നെസ്സാണ് പിടിച്ചത്. ഐ ആം ദി സോറി അളിയ. അങ്ങോട്ട് വന്ന രാജയും ഗിരിധറും അമ്മുവും ആ കാഴ്ച കണ്ട് ചിരിച്ചു. അബിയെ കമിഴ്ന്ന് കിടക്കുന്നു. ആമിയാണൽ മുട്ട് രണ്ടും നടുവിൽ കുത്തിവെച്ച് അവൻ്റെ പുറത്തിരിക്കുന്നു. ഒരു കൈ മുടിയിൽ, മറ്റേ കൈയിൽ ചെവിയിൽ. ലക്ഷ്മിയും സഞ്ജുവും എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കി നിൽക്കുന്നു. അമ്മേ, ഇവളെ ഒന്ന് പിടിച്ചു മാറ്റി. ആമി, ഇങ്ങോട്ട് മാറിയേ, അവന് വേദന എടുക്കും. ഇല്ല, എന്നെ കൊന്നാലും മാറില്ല. ആമി എന്ന ഗിരിധരൻ്റെ വിളിയിൽ അവൾ ഞെട്ടി. അബിയുടെ പുറത്തുനിന്നും എണീറ്റു. ഒപ്പം അബിയും. നീ തീർന്നടി മോളെ, തീർന്നു. അബി ആമിയുടെ ചെവിയിൽ പറഞ്ഞതും അവൾ ദയനീയമായി അബിയെ നോക്കി. എന്താ മോളെ ഇത്? അവന് വേദന എടുക്കില്ലേ? അവളുടെ തലയിൽ തലോടി അത്രയും ചോദിച്ച അയാളെ ആമി അത്ഭുതത്തിൽ നോക്കി.
അഭിയേട്ടാ, നമ്മുടെ ഡാഡിക്ക് വട്ടായോ? നീ എന്താ അവൻ്റെ ചെവിയിൽ പറയുന്നത് ആമി? അത് ഡാഡി അഭിയേട്ടൻ്റെ അടുത്ത് സോറി പറഞ്ഞതാണ്. നിനക്ക് നൊന്തോ അഭി? തൻ്റെ നടുവിൽ തലോടി ഗിരിധർ ചോദിച്ചത് കേട്ട് അഭി അങ്ങോട്ട് നോക്കി. ഇല്ല, കുഴപ്പമൊന്നുമില്ല. എങ്കിൽ ശരിയെന്ന് പറഞ്ഞ അയാൾ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ആമി, നീ ഇങ്ങ് വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അഭിയേട്ടാ, ഇനിയും വേണോ? ഇത് കേട്ട് സഞ്ജു ഒന്ന് ചിരിച്ചു. നീ ചിരിക്കണ്ട, നിന്റെ അവസ്ഥ ഇത് തന്നെ. ഞാൻ പോകുന്നു, എനിക്ക് ഈ രക്തത്തിലൊരു പങ്കുമില്ല. അപ്പം ശരി അഭി, ഞാൻ ഇറങ്ങുന്നു, വൈകിട്ട് വരാം. സഞ്ജു ഇറങ്ങിയതും രാജിയും അവൻ്റെ കൂടെ പോയി. നീ പോകുന്നില്ലേ? ഇനി എൻ്റെ പുക കൂടി കാണാനാണോ നിൽപ്പ്? അഭിയുടെ ചോദ്യം കേട്ട് അമ്മയുടെ കണ്ണ് നിറഞ്ഞു. വേദനിച്ചു അഭിയേട്ടന്? പിന്നെ നിന്നെ പോലൊരു ഈർക്കിൽ കയറി ഇരുന്ന് വേദന എന്ന് പറഞ്ഞാൽ എനിക്കാണ് നാണക്കേട്. പോയി കോളേജിൽ പോവാൻ നോക്ക്. ചേച്ചിയെ ഓർത്താണ്, അല്ലെ കോണായിരുന്നു. ലക്ഷ്മിയെ നോക്കി അത് പറഞ്ഞ ആമി മുറിവിട്ടു. വല്ലതും പറ്റിയോ അഭിയേട്ടാ? എന്തോ പറ്റി, പക്ഷേ വലിയ കുഴപ്പമില്ല. എങ്കിലും നീ ഒന്ന് തിരുമ്മിത്താ. ഡോറടിച്ചിട്ട് വാടി, അല്ലെങ്കിൽ അവൾ വീണ്ടും വരും. ഡോറടിച്ച് ബെഡിൽ കിടന്ന അവനെ ലക്ഷ്മി ശ്രദ്ധിച്ചു നോക്കി. എന്താണ് അഭിരാം വർമ്മയുടെ ഉദ്ദേശം? അത്ര വേദന ഒന്നുമില്ല. ഒരു ചിരിയോടെ അഭിലക്ഷ്മിയെ കയ്യിൽ വലിച്ചു തന്നിലേക്കിട്ടു. അവളിലേക്ക് അമർന്നുകൊണ്ട് അവൻ സ്നേഹത്തിൽ അവളുടെ കാതിൽ പറഞ്ഞു, ആക്ഷൻ കഴിഞ്ഞ റൊമാൻസ് എനിക്ക് മസ്റ്റാണ്. അഭിയേട്ടൻ മാറങ്ങോട്ട് ഈ സമയത്ത്. ബാക്കി പറയും മുന്നേ അവൻ്റെ ആദരങ്ങൾ അവളുടെ ആദരത്തിൽ അമർന്നു. ആദ്യത്തെ എതിർപ്പ് അവളിൽ നിന്നും ഉണ്ടായെങ്കിലും പിന്നീട് അങ്ങോട്ട് അവൻ്റെ മാത്രമായി മാറി. ഒരു തരം ഭ്രാന്തമായ ആവേശത്തോടെ അവൻ അവളിലേക്ക് പടർന്നു കയറി. സൂര്യ, നീ എവിടെ? ഫോണിൽ കൂടി രാമചന്ദ്രൻ്റെ പരിഭ്രമിച്ചുള്ള ശബ്ദം കേട്ട് സൂര്യ നന്നായി പേടിച്ചു. എന്താ ഡാഡി? സ്വരം വല്ലാതെ. എന്തെങ്കിലും ടെൻഷനുണ്ടോ? മോളെ, ഓഫീസ് റെയ്ഡ് നടക്കുന്നു. റെയ്ഡ്? ഡാഡി എന്താ ഈ പറയുന്നത്? ഇപ്പം എന്താ പെട്ടെന്ന്? എനിക്കറിയില്ല, ആരോ പണിതതാണ്. ഇൻകം ടാക്സും എൻഫോഴ്സ്മെൻറ്റും ഒരുമിച്ച് നമ്മുടെ നെഞ്ചത്ത് തന്നെ കൃത്യമായി. അവനാണ് ഡാഡി, അഭിറാം വർമ്മ. ഡാഡി ആദ്യം ഗോഡൗണിൽ നിന്നെല്ലാം മാറ്റ്. എങ്ങാനും അവർക്ക് കിട്ടിയാൽ നമ്മൾ പെടും. പറ്റില്ല, ഞാൻ പെട്ടു നിൽക്കുക. ACP മൃദുല സിദ്ധാർത്ഥ് അവളുടെ കൺമുന്നിലാണ് എൻ്റെ നിൽപ്പ്. ACP മൃദുല സിദ്ധാർത്ഥ്? എന്താണ് ഡാഡി? ഇതവൻ പിടിച്ചത് മുഴുവൻ കൊമ്പത്താണല്ലോ. എന്തായാലും ഞാൻ ഉടനെ വരാം. ഫോണിലെ തുടരെയുള്ള ബെല്ല് കേട്ട് ലക്ഷ്മി തൻ്റെ നെഞ്ചിൽ നിന്ന് മാറ്റി കൈയെത്തി അഭി ടേബിളിൽ നിന്ന് തൻ്റെ ഫോണെടുത്തു. അഭിരാം വർമ്മ, നീ ഇപ്പോൾ അണിയടിച്ചത് എൻ്റെ നെഞ്ചത്താണ്. നിനക്ക് മാത്രമല്ലടാ പണവും സ്വാധീനവും. നിന്റെ പച്ച നോട്ടുകൾ കണ്ടാൽ മാത്രമല്ല മൃദുല സിദ്ധാർത്ഥ IPS മൂക്കും കുത്തി വീഴുക. തൻ്റെ നേരെ വാക്കുകൾ കൊണ്ട് അംഗം വെട്ടുന്ന സൂര്യയുടെ സംസാരം കേട്ട് അഭി ചിരിയോടെ ബെഡിൽ എണീറ്റിരുന്നു. കൂൾ ബേബി, കൂൾ. നീ വയലൻ്റ് ആവാതെ. ഇത് ചെറുത്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ തൊട്ട് മുന്നിൽ നിൽക്കുന്നത് അഭിറാം വർമ്മയാണെന്ന്. നീ എന്തിനാ പേടിക്കുന്നത്? നീ വെളിയിലല്ലേ. പാവം നിന്റെ ഡാഡി ഒന്ന് കോടതി കയറും, അത്രേ ഉള്ളൂ. പിന്നെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക, ആ മൃദു അവൾക്ക് പോയി ക്യാഷൊന്നും ഓഫർ ചെയ്യരുത്. അവൾ നിന്റെ ബോഡിയിൽ തിരുവാതിര കളിക്കും. അഭിയുടെ സംസാരം കേട്ട് ലക്ഷ്മി തൻ്റെ തല ഉയർത്തി നോക്കി. ആരായെന്നുള്ള ചോദ്യത്തിന് പിന്നെ പറയാമെന്ന് മറുപടി നൽകി. അഭിയുടെ കൈകൾ അവളുടെ നഗ്നമായ പുറത്ത് കുസൃതി കാണിച്ചു നടന്നു. അഭിറാം, നീ കരുതിയിരുന്നു ഇതിന് മറുപടി ഞാൻ നിനക്ക് തരും. നീ എന്ന വൻമരം കടപുഴകി വീഴാൻ സമയമായി. ഇത്രയും നാൾ നിന്നോടുണ്ടായിരുന്ന പ്രണയം ഇവിടെ അവസാനിച്ചു. ഇനി നീ എൻ്റെ ശത്രുവാണ്. ഇനിയുള്ള ഓരോ ദിവസവും അഭിറാം വർമ്മ എന്ന നിന്റെ പതനമാണ്. ഒന്ന് പോടി. എനിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ നിനക്കാവില്ല. നീ ഇപ്പോൾ 0 ആണ്, ബിഗ് 0. ഇപ്പം നിന്റെ ബാങ്ക് അക്കൗണ്ട് വരെ ഫ്രീസാണ്. നോട്ട് കെട്ടുകൾ കയ്യിൽ അമ്മാനമാടിയിരുന്ന സൂര്യ രാമചന്ദ്രൻ ഇപ്പോൾ വെറും ഓർമ്മയാണ്. ഇവിടെയും അവസാനിക്കുന്നില്ല. നിനക്കുള്ളൊരു മുട്ടൻ പണി പുറകെ ഉണ്ട്. പിന്നെ നിന്റെ മൊബൈൽ നമ്പറിൽ നിന്നും ഇനി എന്നെ വിളിക്കാം. ബ്ലോക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നിന്റെ ഒരു കോളിലും ഞാൻ വെയിറ്റാണ്. അന്യായ വെയിറ്റിംഗ്. ഇപ്പം ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് മീറ്റിങ്ങിലാണ്. നീ ഫോൺ വെച്ചിട്ട് പോ. ഫോൺ ബെഡിലേക്ക് ഇട്ടതും അഭിയുടെ മുഖം ലക്ഷ്മിയുടെ കഴുത്തിലേക്ക് അമർന്നു. അഭിയേട്ടാ? എന്താടി? ആരാ? സൂര്യയാണോ വിളിച്ചത്? എന്താ പറഞ്ഞേ? അഭിയുടെ മുഖം തൻ്റെ കഴുത്തിൽ നിന്ന് പിടിച്ചുയർത്തി ലക്ഷ്മി അവനോട് ചോദിച്ചു. അതോ, അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തു. പക്ഷേ അവൾക്ക് അത് ഇഷ്ടമായില്ല. അത് പറയാൻ വിളിച്ചതാണ്. ഇനി അടുത്തത് കൊടുക്കുമ്പോൾ കുറച്ച് കൂടിയത് കൊടുക്കാം. അത് പറഞ്ഞവൻ വീണ്ടും തൻ്റെ മുഖം അവളിലേക്ക് അടുപ്പിച്ചു.
ഒന്ന് പറ അബിയേട്ടാ, എന്താന്ന്? വേറൊന്നുമല്ല, ഒരു കുഞ്ഞു റെയ്ഡ്. പക്ഷെ അവളുടെ ഗോഡൗണിലുള്ള സാധനങ്ങൾ കണ്ടുവന്ന ഓഫീസേഴ്സ് ബോധം കെട്ട് കാണും. അമ്മാതിരി ഐറ്റമാണ് അവള്. എന്താവും അവിടെ ഉള്ളത്? നീ അവിടെ ഇല്ലാത്ത എന്താന്ന് ചോദിക്ക്. ഡ്രഗ്സ്, കള്ളപ്പണം, സ്വർണ്ണ ബിസ്ക്കറ്റ്. എന്തിന്? അവൾക്ക് ക്യാഷ് കിട്ടുന്ന കണ്ട അവളുടെ അച്ഛനെ വരെ വിൽക്കും. ഇതിൻ്റെ ഇടയിൽ വേറെ ഒന്നുണ്ട്, സെക്സ് മാഫിയ. കേട്ടത് വിശ്വാസം വരാതെ ലക്ഷ്മി അബിയെ നോക്കി. നീ അവിടെ ജോബിന് കയറിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പേടി അതായിരുന്നു. ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയാൻ വന്നപ്പോൾ നീ എന്നെ എന്തൊക്കെ പറഞ്ഞു. പാവം ഞാൻ. അതൊക്കെ ഞാൻ അറിയാതെ പറഞ്ഞതല്ലേ, സോറി അബിയേട്ടാ. ഇനി അവൾ തിരിച്ചു നമുക്ക് പണി തന്നാലോ നമ്മുടെ ഓഫീസിൽ? ചാൻസ് ഇല്ല. പിന്നെ റെയ്ഡ് എനിക്ക് പേടിയില്ല. ഈ നിമിഷം വരെയുള്ള എൻ്റെ കണക്കുകളെല്ലാം കറക്റ്റാണ്. ഈ അഭിറാം വർമ്മ ഒരു രൂപ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് സത്യമുള്ള ക്യാഷാണ്. പിന്നെ അങ്ങനെ വല്ലതുമുണ്ടെങ്കിൽ മൃദു അറിയും. ബാക്കി അവൾ നോക്കും. നീ ആ ടെൻഷൻ വിട്. പിന്നെ സൂര്യ ഒന്ന് പറഞ്ഞു, ഇനി അവൾക്ക് എന്നോടുള്ള വികാരം പ്രണയമല്ല, പകയാണെന്ന്. സത്യം? എനിക്ക് സന്തോഷമായി. എന്താ പെട്ടെന്ന് മനംമാറ്റം? എൻ്റെ ലച്ചു, നീ മണ്ടിയാണോ? ഒറ്റയടിക്കാണ് കൊട്ടാരത്തിൽ നിന്ന് കുടിലെത്തിയത്. ഇപ്പോൾ മുഴുവൻ സ്വത്തും കോടതി സ്റ്റേ അടിക്കും. ഇനി അവളുടെ ഒരു തുണ്ട് ഭൂമി പോലും വിൽക്കാൻ പോലും പറ്റില്ല. വെറും സീറോ. പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്കെന്താ നേട്ടമെന്ന് വെച്ചാൽ, അവളുടെ സ്റ്റാഫായ ഓരോ പെൺകുട്ടികളുടെയും ശരീരം പലർക്കും കാഴ്ചവെച്ചാണ് അവൾ ഓരോ ബിസിനസ് ഡീൽ ഉറപ്പിക്കുക. അവസാന ഇര ജാസ്മിനാണ്. പാവം കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നു. അന്നേ ഞാൻ കരുതിയതാണ് ഒരു മുട്ടൻ പണി. രാമചന്ദ്രനാണ് MD. അതുകൊണ്ട് സൂര്യ അവളുമായി നേരിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനിയും ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ അടുത്ത പ്ലാനിങ്. ഇതിൽ അവൾ വീഴും അല്ലേ അഭിറാം വർമ്മ വീഴ്ത്തും? ഫോൺ വിളിച്ചതുകൊണ്ടല്ലേ? അതുകൊണ്ട് എന്തായാലും നീ ഹാപ്പി അല്ലേ? വാ, നമുക്കൊന്നുകൂടെ ഒന്ന് സ്നേഹിക്കാം. തൻ്റെ ശരീരത്തിൽ കൂടിയിടഞ്ഞു നടന്ന അവൻ്റെ കൈ തട്ടി മാറ്റി ലക്ഷ്മി അവനെ നോക്കി. എന്തുവാടി, നിങ്ങൾക്ക് ഓഫീസിലൊന്ന് പോവണ്ടേ? അയ്യോ പോവണം, പക്ഷേ ഉച്ചയ്ക്ക് പോയാൽ മതി.